അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഫാക്ടറൈസേഷൻ ഓഫ് പോളിനോമിയൽസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ളതിൽ സ്പെഷ്യൽ പ്രൊഡക്റ്റുകൾ പറഞ്ഞു. സ്പെഷ്യൽ പ്രൊഡക്റ്റുകൾ സ്ക്വയറായിട്ടും ക്യൂബായിട്ടും പിന്നെ അതല്ലാത്ത കുറേ സ്പെഷ്യൽ പ്രൊഡക്റ്റുകൾ പറഞ്ഞു. ഇനി അതിൻ്റെ തുടർച്ചയെന്നോണം നമ്മൾ സ്പെഷ്യൽ പ്രൊഡക്ട്സ് ആൻഡ് ഫാക്ടറൈസേഷൻ എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഫാക്ടറൈസേഷനാണ് നമുക്ക് എടുക്കാനുള്ളത്. പോളിനോമിയലിൻ്റെ ഫാക്ടറൈസേഷൻ. ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. എന്താണ് ഒരു പോളിനോമിയൽ? അതൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആയിരിക്കും. അതിലൊരു വേരിയബിൾ ഉണ്ടായിരിക്കും. ഓക്കെ. രണ്ടാമതായിട്ട് അതെന്തായും അതിൻ്റെ പവർ, ആ വേരിയബിളിൻ്റെ പവർ ഒരു ഹോൾ നമ്പർ ആയിരിക്കും. മൂന്നാമതായിട്ട് അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഒരു റിയൽ നമ്പർ ആയിരിക്കും. നാലാമതായിട്ട് അതിന് ഡിനോമിനേറ്ററിൽ വേരിയബിൾ ഉണ്ടായിരിക്കുകയുമില്ല. അത് ന്യൂമറേറ്ററിൽ മാത്രമേ വേരിയബിൾ ഉണ്ടായിരിക്കുള്ളൂ. ആ ന്യൂമറേറ്ററിലുള്ള വേരിയബിളിൻ്റെ പവർ ഹോൾ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കോയിഫിഷ്യൻ്റ് റിയൽ നമ്പർ ആയിരിക്കും. പിന്നെ ഡിനോമിനേറ്ററിൽ വേരിയബിൾ ഉണ്ടായിരിക്കില്ല. ഇതാണ് പോളിനോമിയൽ. അപ്പോൾ ഇങ്ങനെ പോളിനോമിയലിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. ഇപ്പോൾ നമുക്കിപ്പോൾ 12 ഇപ്പോൾ 3 × 4 = 12 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 3 4 12ൻ്റെ ഫാക്ടേഴ്സ് ആണെന്നുള്ളതാണ്, ഘടകങ്ങളാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആൾജിബ്രയിൽ എടുക്കുകയാണെങ്കിൽ x+y × x - y = x² - y² എന്ന സ്ഥിതിക്ക് ആ x² - y²ൻ്റെ ഫാക്ടേഴ്സ് ആണ് x+y-ഉം x - y-ഉം. കണ്ടില്ലേ? x+y x - y എന്നുള്ളത് എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് ദി പ്രൊഡക്റ്റ് x² - y². ഇപ്പോൾ പോളിനോമിയലിൻ്റെ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. ഫാക്ടറൈസേഷൻ ഓഫ് എ പോളിനോമിയൽ ഈസ് എ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ദ പോളിനോമിയൽ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് 2 or more പോളിനോമിയൽസ്. രണ്ടോ അതിലധികമോ പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റായിട്ട് എന്തിനെഴുതാം? ഒരു പോളിനോമിയൽ എഴുതാം. ഉദാഹരണത്തിന് നമ്മൾ x² - y² എന്നതിനെ എങ്ങനെയാക്കി എഴുതി? x+y × x - y എന്ന രീതിയിൽ എഴുതി. അത് x+y-ൻ്റെയും x - y എന്ന രണ്ട് പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റാണ് x² - y² എന്നത്. അപ്പോൾ ആ x² - y² എന്നതിനെ ഈ രണ്ട് പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതി. അങ്ങനെയുള്ളതിനാണ് ഫാക്ടറൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ഫാക്ടറൈസേഷൻ ഓഫ് എ പോളിനോമിയൽ ഈസ് എ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ദ പോളിനോമിയലിനെ എഴുതുക ആസ് എ പ്രൊഡക്റ്റ് ഓഫ് 2 or more പോളിനോമിയൽസ്. രണ്ടോ അതിലധികമോ പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റാക്കി എഴുതാം. ഈച്ച് പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റിലുള്ള ഓരോ പോളിനോമിയലും ഈസ് കോൾഡ്, അതിന് പറയപ്പെടും. അതായത് നമ്മളിപ്പോൾ ഇതെന്താണ് പ്രൊഡക്റ്റായിട്ട് എഴുതിയത്, ഇപ്പോൾ x+y × x - y എന്നുള്ളത്. അപ്പോൾ ആ പോളിനോമിയുള്ള ഓരോ പോളിനോമിയൽ, അതായത് പ്രൊഡക്റ്റുള്ള ഓരോ പോളിനോമിയൽ, ഇതൊരു പോളിനോമിയലാണ്, ഇത് വേറെ പോളിനോമിയലാണ്. ഓരോ പോളിനോമിയലും എന്താണ്? ഇസ് കോൾഡ് എ ഫാക്ടർ ഓഫ് ദ ഗിവൺ പോളിനോമിയൽ. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ വലിയ പോളിനോമിയലിൻ്റെ ഫാക്ടറായിട്ട് പരിഗണിക്കപ്പെടുന്നുള്ളത്. ഓക്കെ. ഇനി നമ്മളിപ്പോൾ ഫാക്ടറൈസേഷനിൽ നമ്മളെന്താണ് ഇൻഡിജേഴ്സിനുള്ള പോളിനോമിയൽസിൻ്റെ ഫാക്ടറാണ് കണ്ടെത്തുന്നത്. അതായത് ഇൻഡിജേഴ്സ് കോയിഫിഷ്യൻ്റ്, പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറൊക്കെ ഏത് റിയൽ നമ്പറും എന്തായി വരാം? അതിന് കോയിഫിഷ്യൻ്റായി വരാം. പക്ഷെ നമ്മൾ ഫാക്ടറൈസേഷനിൽ പരിഗണിക്കുന്നത് ഏതിനെയാണ്? ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ മൈനസ് അല്ലെങ്കിൽ 0 പ്ലസ് നമ്പേഴ്സ്, ഇങ്ങനെയുള്ള ഈ നമ്പറുകളൊക്കെ എന്തായി വരുന്നത്? കോയിഫിഷ്യൻ്റായി വരുന്നതിനെയാണ് നമ്മൾ ഫാക്ടറൈസേഷനിൽ ഇവിടെ നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പരിഗണിക്കുന്നത് ഇൻഡിജേഴ്സ് കോയിഫിഷ്യൻ്റായി വരുന്ന പോളിനോമിയൽസിനാണ്. അതിൻ്റെ പോളിനോമിയൽസ്, ഇങ്ങനെയുള്ള ഇൻഡിജേഴ്സ് കോയിഫിഷ്യൻ്റായി വരുന്ന പോളിനോമിയൽസിൻ്റെ ഫാക്ടറൈസേഷനിലും നമ്മൾ എന്തായിരിക്കണം? ഇൻഡിജേഴ്സ് ആയിരിക്കണം ഉണ്ടായിരിക്കുക. അല്ലാതെ മറ്റ് ഫാക്ടേഴ്സ് കൊണ്ടുവന്നാൽ, ഉദാഹരണത്തിന് 2x² - y² എന്ന രീതിയിൽ നമുക്ക് അതിനെന്താക്കാം? √2x + y × √2x - y എന്ന് എഴുതിയാൽ, ഇപ്പോൾ ഇതെന്താണ്? ഇതിൻ്റെ ഫാക്ടറൈസേഷൻ തന്നെയാണ് ഇത്. പക്ഷെ നമ്മളിപ്പോൾ എന്തായിരുന്നു? ഈ ഇൻഡിജേഴ്സ് ഉള്ള പോളിനോമിയൽസിനാണ് ഫാക്ടറൈസ് ചെയ്യുന്നത്. പക്ഷേ ഈ പോളിനോമിയൽ എന്താണ്? ഇൻഡിജേഴ്സ് ഉള്ളത് തന്നെയാണ്. ഓക്കെ, നമ്മളെ കണ്ടീഷൻ ശരിയായിട്ടുണ്ട്. നമ്മളിത് പ്രകാരം നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് കോയിഫിഷ്യൻ്റായി ഇൻഡിജേഴ്സ് വരണം. അപ്പോൾ ഇതിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് ഇൻഡിജേഴ്സിന് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ പറഞ്ഞു അതോടുകൂടെ അതിൻ്റെ ഫാക്ടേഴ്സിലും എന്തായിരിക്കണം? ഇൻഡിജേഴ്സിന് വരണം. പക്ഷേ അതിൻ്റെ ഫാക്ടേഴ്സ് കിട്ടിയുള്ളത് ഇതാണ്. അപ്പോൾ ഇതെന്തല്ല, √2 എന്നുള്ളത് ഇൻഡിജർ അല്ല, അതെന്താണ്? ഒരു ഇറാഷണൽ നമ്പറാണ്. റാഷണൽ വിട്ട് ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ അത് ഇങ്ങനെ ഈ 2x² - y² എന്നതിനെ
ഈ രൂപത്തിൽ ഫാക്ടറൈസ് ചെയ്യുന്നത് നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, ഫാക്ടറൈസേഷനിലും എന്തായിരിക്കണം, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇൻഡിജേഴ്സ് ആയിരിക്കണം. അതിനെക്കുറിച്ചാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് എന്നുള്ളത്. ഓക്കെ അല്ലേ. ഇനി ഒരു പോളിനോമിയൽ എപ്പോഴാണ് എന്തായത് കംപ്ലീറ്റ്ലി ഫാക്റ്റേഡ് ആയിട്ട് പറയാം, മൊത്തം അതിനെന്താണ് ഫാക്ടറൈസേഷൻ, പൂർണ്ണമായിട്ടും ഫാക്ടറൈസേഷൻ നടത്തി എപ്പോഴാണ് പറയുക, ഇഫ് നൺ ഓഫ് ഇറ്റ്സ് ഫാക്ടേഴ്സ് ക്യാൻ ബി ഫർദർ എക്സ്പ്രസ്ഡ്. അതിൻ്റെ ഒരു ഫാക്ടറും പിന്നെയും എന്താകാൻ പറ്റൂല, വേറെ രണ്ട് പോളിനോമിയലിൻ്റെ ലോവർ ഡിഗ്രിയുള്ള വേറെ രണ്ട് പോളിനോമിയലിൻ്റെ അത് വീണ്ടും ഫാക്ടറൈസേഷന് പറ്റില്ലെങ്കിലാണ് അതിനെ പൂർണ്ണമായിട്ടും ഫാക്ടറൈസ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഒരു വലിയൊരു നമ്മളൊരു പോളിനോമിയൽ എടുത്തിട്ട് അതിലൊരു പ്രാവശ്യം ഫാക്ടറൈസ് ചെയ്തു, അതിലേതെങ്കിലും ഒരു ഫാക്ടറിനെ പിന്നെയും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെയും ഫാക്ടറൈസ് ചെയ്യണം. എന്നാൽ പൂർണ്ണമായിട്ട് അങ്ങനെ അവസാനം വരെ എന്താണ് ഫാക്ടറൈസ് ചെയ്താലേ അതിന് പൂർണ്ണമായിട്ട് ഫാക്ടറൈസേഷൻ നടത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ എന്തായിരിക്കണം, ഒന്നാമതെന്താണ്, ഒന്നുകിൽ അതിനെ വളരെ താഴ്ന്ന ഡിഗ്രിയിലേക്ക് കൊണ്ടുവരണം. പിന്നെ അത് മാത്രമല്ല, ഇഫ് ദ ഇൻഡിജർ കോയിഫിഷ്യൻ്റായി വരുന്ന ഇൻഡിജേഴ്സിന് ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ് ദാൻ 1, ഒന്നോ അതിൽ -1 എന്നതിനേക്കാൾ കോമൺ ആയിട്ട് വേറെ ഫാക്ടർ ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ രീതിയിലായിരിക്കണം ഫാക്ടറൈസേഷൻ നടത്തേണ്ടത് എന്നുള്ളത്. ഓക്കെ. ഇപ്പോൾ കംപ്ലീറ്റ് ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ കംപ്ലീറ്റ് ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ അതിനെന്താക്കണം, വേറൊരു ഫാക്ടറൈസേഷൻ കഴിയാത്ത തരത്തിൽ ഫാക്ടറൈസേഷൻ ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കോയിഫിഷ്യൻറ്റിന്, ആ ഫാക്ടറൈസ് ചെയ്യപ്പെട്ട ആ പോളിനോമിയലിൻ്റെ കോയിഫിഷ്യൻറ്റിന് 1 അതുപോലെ തന്നെ -1 അല്ലാത്ത വേറൊരു കോമൺ ഫാക്ടറും ഉണ്ടായിരിക്കരുത്. ഇതാണ് കണ്ടീഷൻ. ഓക്കെ. അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ അതിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, x² - 4x എന്നുള്ളത് എന്താക്കാം, നമുക്ക് x ഇൻറ്റു x - 4 എന്നുള്ള ഫാക്ടറൈസ് ചെയ്യാം. കാരണം വേറെ ഒന്നുമില്ല, x ഇൻറ്റു x - 4 എന്നുള്ളത്. ഓക്കെ. അപ്പോൾ അതിന് കംപ്ലീറ്റ് ആയിട്ട് ഫാക്ടർ ചെയ്തിട്ടുണ്ട്. കാരണം x എന്നുള്ളത് എന്താണ്, ഒരു ഏറ്റവും ലോവർ ഡിഗ്രിയാണ് 1 എന്നുള്ളത്. പിന്നെ x - y ഇതിൻ്റെ ഇടയിൽ വേറെ കോമൺ ഫാക്ടർ ഒന്നുമില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് വേറെ ഉദാഹരണം നോക്കാം. 4x² - 1 ഇൻറ്റു 4x² + 1 ഏതിൻ്റെ ഫാക്ടറൈസേഷനാണ്, 16x⁴ - 1 എന്നതിൻ്റെ ഫാക്ടറൈസേഷനാണ് 4x² - 1 ഇൻറ്റു 4x² + 1 എന്നുള്ളത്. ഓക്കെ. പക്ഷെ എന്തല്ല, കംപ്ലീറ്റ് ആയില്ല. കാരണം എന്താക്കാം, ഈ 4x² - 1 എന്നുള്ളതിന് വീണ്ടും നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. കാരണം ഇത് എന്ത് രൂപത്തിലാണ്, a² - b² എന്ന രൂപത്തിലാണ് 4x² - 1 എന്നുള്ളത്. 1² 1 തന്നെയാണ്. അപ്പോൾ അതിനെ b² ആയിട്ട് സങ്കല്പിക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ അതിനെ വീണ്ടും എന്താക്കാൻ പറ്റും, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ ഫാക്ടറൈസ് ചെയ്താണ് 2x - 1 ഇൻറ്റു 2x + 1. ഇപ്പോഴാണ് അത് കംപ്ലീറ്റ് ഫാക്ടറൈസേഷൻ ആയത്. അപ്പം ഈ 16x⁴ - 1 എന്നതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫാക്ടറൈസേഷൻ എന്താണ്, 2x - 1 ഇൻറ്റു 2x + 1 ഇൻറ്റു 4x² + 1. കാരണം 4x² + 1 വീണ്ടും നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ എന്താണ്, a² + b² എന്നുള്ളൂ. നമുക്കിതിന് വേറെ ഫാക്ടർ കണ്ടെത്താൻ പറ്റില്ല. ഓക്കെ അല്ലേ. അപ്പോൾ അതിന് നമുക്ക് അതുപോലെ തന്നെ എഴുതാം. പക്ഷേ a² - b² എന്നാവുമ്പോൾ നമുക്കറിയാം എന്താണ്, a + b ഇൻറ്റു a - b എന്നുള്ളത് ഇതിൻ്റെ ഫാക്ടർ ആണെന്നുള്ളത്. കാരണം a + b ഇൻറ്റു a - b ആണ് a² - b² എന്നുള്ളത്. ഓക്കെ അല്ലേ. ഇനി a² + b² എന്നുള്ളത് a + b² = a² + b² + 2ab ഉണ്ട്. ഇവിടെ 2ab കൂടി ഉണ്ട്. അപ്പോൾ 2ab ഇല്ലാത്ത കാലത്തോളം നമുക്ക് ഇതിനെന്താ പറ്റില്ല, a + b ഇൻറ്റു a + b² ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം a² + b² എന്നുള്ളതാണ് ഇത്. അതുകൊണ്ട് അതിനെ പിന്നെന്താ പറ്റില്ല, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. a² + b² എന്നുള്ളതാണ് 4x² + 1 എന്നുള്ളത്. ഓക്കെ അല്ലേ. അതിനെ നമുക്ക് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ a², കാരണം ഈ a² + b² എന്നുള്ളതിന് വേറെ ഫാക്ടറൈസ് ചെയ്യാൻ കഴിയില്ല. കാരണം a + b ഇൻറ്റു a + b, അത് a + b² എന്ന് പറഞ്ഞാൽ a² + b² + 2ab കൂടി ഉണ്ട്.
അപ്പോൾ 2ab ഇല്ലാത്ത കാലത്തോളം ആ 2ab ഇല്ലെങ്കിൽ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ നിർത്താം. മറിച്ച് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള വസ്തുവിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രൂപത്തിലാണ് 4x സ്ക്വയർ മൈനസ് 1 എന്നുള്ളത്. അതിനെ നമുക്ക് എന്താക്കാം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാക്കാം. ഓക്കെ, എ മൈനസ് ബി എന്ന് ഫാക്ടറൈസ് ചെയ്യാം. അതാണ് നമ്മൾ പിന്നെ എന്തായത് അതിനെ ഫാക്ടറൈസ് ചെയ്തത്. ഇതാണ് എ മൈനസ് ബി ദ എ പ്ലസ് ബി ദ 2x മൈനസ് 1 ഇൻറ്റു 2x പ്ലസ് 1 എന്നുള്ള രൂപത്തിൽ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളെന്താണ് ഇനി ഫാക്ടറൈസേഷൻ തുടങ്ങുകയാണ്. നമ്മുടെ ഈ ഫാക്ടറൈസേഷനിൽ നമ്മൾ മുന്നേ പഠിച്ച ആ സ്പെഷ്യൽ പ്രൊഡക്റ്റുകളൊക്കെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഫാക്ടറൈസേഷൻ ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതൊക്കെ ഉദാഹരണങ്ങളിലൂടെയാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കാം. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിലൂടെ എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്യുക എന്നുള്ളത് എന്താ നമുക്ക് പറയാം. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ശരിക്കും നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. 10a മൈനസ് 25. അപ്പോൾ 10a മൈനസ് 25 എന്നുള്ളത് അതിൻ്റെ കോമൺ ആണ്, രണ്ടിലും കോമൺ ആണെന്ത് 5 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 25 എന്തുണ്ട് 5 ഉണ്ട്, അതുപോലെ തന്നെ 10aയിലും 5 ഉണ്ട്. അപ്പോൾ ആ കോമൺ ആയിട്ടുള്ള ആ സംഖ്യ എന്താ പുറത്തെടുക്കാം. അപ്പോൾ എന്ത് കിട്ടി, നമ്മൾ 10 ഒന്നാമത്തെ സൊല്യൂഷൻ നോക്കുക. 10a മൈനസ് 25 എന്നുള്ളത് 5 ഇൻറ്റു 2a അല്ലേ, പിന്നെ മൈനസ് 5 ഇൻറ്റു 5 എന്നുള്ളത്. കാരണം 25 എന്താക്കി 5 ഇൻറ്റു 5 എന്ന് എഴുതി, 5 ഇൻറ്റു മൈനസ് 5 ഇൻറ്റു 2a എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ 5നെ പുറത്തെടുത്തു. ഇവിടെയും 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്. അപ്പോൾ 5നെ പുറത്തെടുത്തു. 5 ഇൻറ്റു 2a മൈനസ് 5 എന്ന് എഴുതി. ഇവിടുത്തെ 2aയും മൈനസ് 5നെ എഴുതി. അപ്പോൾ എന്താണ്, കാരണം 5 എന്നുള്ളത് കോമൺ ഫാക്ടർ ആയതുകൊണ്ട് എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, 5ഉം 2a മൈനസ് 5ഉം. 2a മൈനസ് 5 എന്നുള്ള ഒറ്റ ഫാക്ടർ ആയിരിക്കും. ആർ ഫാക്ടേഴ്സ് ഓഫ് 10a മൈനസ് 25 എന്നതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണ് ഏതൊക്കെ, 5ഉം 2a മൈനസ് 5 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ആണ് 2a മൈനസ് 5ഉം 5 എന്നുള്ളത്. ഇനി അടുത്ത ഉദാഹരണം ഏതാണ്, എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു വൈ സ്ക്വയർ. അപ്പം ഇതിലിപ്പോൾ എന്താണ് കോമൺ ആയിട്ടുള്ളത്, എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഇതിലും ഉണ്ട് ഇതിലും ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ കോമൺ ആണ്, അതാണ് ഏറ്റവും. അപ്പോൾ അതിനെ നമ്മൾ പുറത്തെടുത്തു കണ്ടില്ലേ. എക്സ് സ്ക്വയർ വൈ ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇൻറ്റു വൈ. അതാണ് ഇത്. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇൻറ്റു എക്സ് ആണ് എക്സ് ക്യൂബ് ഇൻറ്റു വൈ സ്ക്വയർ. ഇനി അതിൽ കോമൺ ആണ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്നുള്ളത്, അതിനെ പുറത്തെടുത്തു. ബാക്കി വൈ പ്ലസ് എക്സ്. ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. ഓക്കെ അല്ലേ, ഇതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എക്സ് ഉണ്ട്, കാരണം എക്സ് സ്ക്വയറിൽ എന്തുണ്ട് എക്സ് ഉണ്ട്, എക്സ് സ്ക്വയറും ഉണ്ട്, പിന്നെ വൈ ഉണ്ട്, കാരണം വൈ സ്ക്വയറിലൊരു വൈ ഉണ്ട്, വൈ സ്ക്വയർ ഉണ്ട്, പിന്നെ എക്സ് ഇൻറ്റു വൈ ഉണ്ട്. കാരണം എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നെ അതിലെന്തുണ്ട്, എക്സ് ഇൻറ്റു വൈ ഉണ്ട്, എക്സ് സ്ക്വയർ വൈ ഉണ്ട്, എക്സ് വൈ സ്ക്വയർ ഉണ്ട്, എക്സ് സ്ക്വയർ വൈ ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിന് നമുക്ക് എന്താക്കാം, ഇനിയും വേണമെങ്കിൽ ഫാക്ടറൈസേഷന് പറ്റും എന്നുള്ളത്. ഓക്കെ അല്ലേ, ഓക്കെ. എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്ന രൂപത്തിൽ എഴുതാം. ഓക്കെ, പിന്നെ എന്താകാം, അപ്പോൾ അതിൽ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, എക്സ് സ്ക്വയർ ഉണ്ട്, വൈ സ്ക്വയർ ഉണ്ട്, എക്സ് സ്ക്വയർ വൈ ഉണ്ട്, എക്സ് വൈ സ്ക്വയർ ഉണ്ട്, പിന്നെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഉണ്ട്. അപ്പോൾ എല്ലാം പറ്റും എന്നുള്ളത്. പിന്നെ അവസാനമായിട്ട് നമുക്ക് എന്തുണ്ട്, വൈ പ്ലസ് എക്സും ഉണ്ട്. ഇതൊക്കെ എന്താണ്, എക്സ് സ്ക്വയർ വൈ ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ് വൈ സ്ക്വയറിൻ്റെ ഫാക്ടേഴ്സ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതിൽ മൂന്നാമത്തേൽ അതിൽ കോമൺ ആയിട്ട് വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളതാണ്. കോമൺ ആണ്, കാരണം ശ്രദ്ധിക്കാം, 5a ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6mm ഇൻറ്റു mn ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണ്, കോമൺ ആണ്, കണ്ടില്ലേ. ഇതിലിപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് കോമൺ ആണ്. അപ്പോൾ അതിനെ പുറത്തെടുത്തു. ഓക്കെ, അപ്പോൾ അതിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ 5ab ഉണ്ട്, മൈനസ് 6mn ഉണ്ട്. അപ്പോൾ അത് രണ്ടും അതിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതിലിപ്പോൾ എന്താണ്, എ ഇൻറ്റു ബി സി ഹോൾ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ബി സി. അപ്പോൾ ബി സി എന്നുള്ളത് എന്താണ്, കോമൺ ആണ്.
കണ്ടില്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് ബി സി ഇൻറ്റു എ ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു എ ഇൻറ്റു ബി മൈനസ് സി എന്ന് എഴുതി. അപ്പോൾ ബി മൈനസ് സി എന്നുള്ളത് എന്താണ്? കോമൺ ആണ്. ഇവിടെ എന്തുണ്ട്? ബി മൈനസ് സി ഇൻറ്റു ബി എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ബി മൈനസ് സി എന്നതിനെ പുറത്തെടുത്തു. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? എ ഇൻറ്റു ബി മൈനസ് സി ആണ്, പ്ലസ് ബി ആണ്. ഈ ബിയും ഉണ്ട്. ഓക്കെ, ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് അവിടെ പ്ലസ് ആയത്. അങ്ങനെ പ്ലസ് ബി. ഇനി ഇതിന് ബി മൈനസ് സി ഇൻറ്റു എ ബി, ഇതിന് എ ബി പിന്നെ എ സി പ്ലസ് ബി എന്നാക്കി. അപ്പോൾ ഏതൊക്കെ രണ്ട് ഫാക്ടേഴ്സ്? ബി മൈനസ് സി എന്നുള്ള ഒരു ഫാക്ടറും എ ബി മൈനസ് എ സി പ്ലസ് ബി എന്നുള്ളത് വേറെ ഫാക്ടറുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അത്രേ ഉള്ളൂ. നമ്മളെന്താ ആ കോമൺ ഫാക്ടറിനെ പുറത്തെടുത്തിട്ട് നമ്മൾ എഴുതുക എന്നുള്ളതാണ് എന്തിലെ ഫാക്ടറൈസേഷൻ ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഫാക്ടറൈസേഷൻ ഇൻവോൾവിങ് ദ ഡിഫറൻസ് ഓഫ് ടു സ്ക്വയേഴ്സ്. അതായത് രണ്ട് സ്ക്വയറിൻ്റെ ഡിഫറൻസ് ഉള്ള ഒരു പോളിനോമിയലിനെ ഫാക്ടറൈസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ഇനി അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത് സിമ്പിളാണ്. അത് നമ്മൾ ഇത് വരുന്നത് എന്താണ്? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് വൈ, അല്ല എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അത് നമ്മൾ പഠിച്ചത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളത് എന്താണ്? രണ്ട് സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആണല്ലോ. എ സ്ക്വയറിൽ നിന്ന് ബി സ്ക്വയർ കുറച്ചതാണ് എന്ത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ രണ്ട് സ്ക്വയറുകൾ ഡിഫറൻസ് ആണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രൂപത്തിൽ ഏതെങ്കിലും പോളിനോമിയൽ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? അതിനെ ഫാക്ടറൈസ് ഇങ്ങനെ ചെയ്യാം, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന രൂപത്തിൽ. ആ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നത് തന്നെയാണ് എന്തുദ്ദേശിക്കുന്നത്? എക്സ് പ്ലസ് വൈ എന്ന ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നുള്ളത്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും എന്തായിരിക്കും? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. അതിന് ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 9x സ്ക്വയർ മൈനസ് 16y സ്ക്വയർ. 9x സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഒരു സ്ക്വയർ റൂട്ട് ഉണ്ട്. 9ൻ്റെ സ്ക്വയർ റൂട്ടാണ് 3, എക്സ് സ്ക്വയറിൻ്റെ റൂട്ടാണ് എക്സ് എന്നുള്ളത്. അപ്പോൾ എന്താക്കാം? നമുക്ക് 9x സ്ക്വയറിനെ 3x ഹോൾ സ്ക്വയർ എഴുതാം, മൈനസ് 16y സ്ക്വയറിനെ എന്ത് എഴുതാം? 4y ഹോൾ സ്ക്വയർ എഴുതാം. അപ്പോൾ ഇത് എന്ത് മനസ്സിലായി? ഇത് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണ്. കാരണം ഇത് ഒരു സംഖ്യയുടെ സ്ക്വയറാണ്, ഇത് വേറെ സംഖ്യയുടെ സ്ക്വയറാണ്. ആ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണല്ലോ, മൈനസ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഇത് കുറക്കുമ്പോൾ ഡിഫറൻസ് ആണ്. അപ്പോൾ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതിക്കാം. ഈ എക്സ് എന്ന് പറഞ്ഞാൽ 3x-ഉം വൈ എന്ന് പറഞ്ഞാൽ 4y ആണ്. അപ്പോൾ എന്താക്കി? 3x പ്ലസ് 4y, അതായത് എക്സ് പ്ലസ് എ എന്ന് എഴുതി. 3x പ്ലസ് 4y ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ 3x മൈനസ് 4y എന്ന് എഴുതി. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഫാക്ടേഴ്സ് ആയിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണമാണ് എക്സ് റൈസ് ടു 4 മൈനസ് 81 വൈ റൈസ് ടു 4 എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്താം? എക്സ് സ്ക്വയർ ഇൻറ്റു സ്ക്വയർ, കാരണം നമുക്ക് സ്ക്വയറുകളാണല്ലോ വേണ്ടത്. അപ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ളൊരു സംഖ്യ ആക്കിയത് അതിൻ്റെ സ്ക്വയറായിട്ട് എന്ത് എഴുതി? ഈ 8 എക്സ് റൈസ് ടു 4 എഴുതി. പിന്നെ അതുപോലെ തന്നെ 81 വൈ റൈസ് ടു 4 എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്തി? 9, കാരണം 81ൻ്റെ സ്ക്വയർ റൂട്ടാണ് 9 എന്നുള്ളത്. പിന്നെ വൈ റൈസ് ടു 4ൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത്? വൈ റൈസ് ടു 4 എന്നുള്ളതിൻ്റെ സ്ക്വയർ റൂട്ടാണ് വൈ സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ക്വയർ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇവിടെ എന്നാൽ ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ റൈസ് ടു അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഓൾ സ്ക്വയർ. ഓക്കെ, അത് മൈനസ് 9 വൈ സ്ക്വയർ പിന്നെ ഒരു ഹോൾ സ്ക്വയർ ഉണ്ട് ഇവിടെ. ഓക്കെ, 81 വൈ റൈസ് ടു 4 എന്നാവുള്ളൂ. ഒരു മറന്നാണ്. അപ്പോൾ ഇതെന്താണ്? എന്ത് രൂപത്തിലെത്തി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എത്തി. അപ്പോൾ ഇത് എയും ആ സ്ക്വയർ എന്ത്? എക്സ് സ്ക്വയർ എന്നുള്ളത് എയും 9 വൈ സ്ക്വയർ എന്നുള്ളത് ബിയും ആണ്. അപ്പോൾ അതിനെ അങ്ങനെ ഇതാണ്. അപ്പോൾ എ പ്ലസ് ബി എന്ന രൂപം, അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന രൂപത്തിൽ എഴുതിയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 9 വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 9 വൈ സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ ഈ സ്ക്വയർ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇവിടെ എന്തുണ്ട്? ഒരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. എക്സ് സ്ക്വയർ മൈനസ് 9 വൈ സ്ക്വയർ എന്നുള്ളതിനെ വീണ്ടും എന്താക്കാം? നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. കാരണം എന്താണ്? ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ രൂപത്തിലേക്ക് വീണ്ടും വന്നു. ഇവിടെ മൈനസ് ആണ്. അപ്പം ഇത് കണ്ടില്ലേ? എക്സ് സ്ക്വയർ മൈനസ്
9ൻ്റെ സ്ക്വയർ റൂട്ടാണ് 3y ഹോൾ സ്ക്വയർ. അത് എഗെയിൻ ഡിഫറൻസ് ആണ്. അപ്പോൾ അതിനെ വീണ്ടും എന്താ ചെയ്യാം, ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ അതിനെങ്ങനെ ഫാക്ടറൈസ് ചെയ്യുക, അതാണ് എന്ത് എഴുതിയിട്ടുണ്ട്, ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്ന എക്സ് സ്ക്വയർ മൈനസ് 3y ഹോൾ സ്ക്വയർ എന്നുള്ളതിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാക്കി. കാരണം എക്സ് പ്ലസ് 3y ഇൻറ്റു എക്സ് മൈനസ് 3y എന്നാക്കി. ഓക്കെ, ബാക്കി ഇതിനെന്താക്കാൻ പറ്റില്ല, വീണ്ടും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന രൂപത്തിലാണ്. അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെന്താക്കി, നമ്മൾ അതുപോലെ എഴുതി എക്സ് സ്ക്വയർ പ്ലസ് 9y സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 3y ഇൻറ്റു എക്സ് മൈനസ് 3y എന്നാക്കി എഴുതി. അപ്പോൾ ഇതാണ് ഡിഫറൻസ് ഉള്ളത്. ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് സ്ക്വയറുകൾ ഡിഫറൻസ് ഉള്ളത് പറഞ്ഞാൽ അധികം എന്തായിരിക്കും, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രൂപത്തിലായിരിക്കും. ഇവിടെ നമുക്ക് നൽകപ്പെട്ട സംഖ്യകളിൽ എന്തായിരിക്കില്ല, ചിലപ്പോൾ സ്ക്വയർ തന്നെ ആകണമെന്നില്ല, വേറെ എ റൈസ് ടു 4 ആയിരിക്കും, അല്ലെങ്കിൽ എ റൈസ് ടു 8 ആയിരിക്കും. മിക്കവാറും എന്താക്കാൻ പറ്റും, രണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഗുണിതങ്ങളായിരിക്കും, അത് എക്സ്പോണൻസ് ആയിരിക്കും എന്നുള്ളത്. ഓക്കെ അല്ലേ, എ റൈസ് ടു 8 അല്ലെങ്കിൽ എ റൈസ് ടു 16 എന്നൊക്കെ ആയിരിക്കും. ഓക്കെ അല്ലേ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇനി അടുത്തൊരു ഉദാഹരണം എന്താണ്, ഇതാ എ റൈസ് ടു 4 മൈനസ് 2b മൈനസ് 3c ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താണ്, ഇത് നമ്മൾ ബി ആയി സങ്കല്പിക്കും, അത് മൊത്തം ബി ആയി സങ്കല്പിക്കും, ഇത് എ ആയി സങ്കല്പിക്കും. അപ്പോൾ അതെന്താണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രൂപത്തിലാണ്. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ പിരിച്ചെഴുതിയത് എ സ്ക്വയർ സ്ക്വയർ. ഓക്കെ, എ സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് 2b മൈനസ് 3c ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെന്താണ്, ബീൻ്റെ സ്ഥാനത്തും ഇത് എൻ്റെ സ്ഥാനത്തും. അപ്പോൾ നമ്മൾ അതിനെ പിരിച്ചെഴുതാണ്, എ സ്ക്വയർ എഴുതി പ്ലസ്, അതായത് ഇനി എന്താണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണല്ലോ. ഇത് എ പ്ലസ് അല്ല എ പ്ലസ് ബി, ഇത് മൊത്തം ബി ആണ്. ഇനി ഇത് എ മൈനസ് ആയി ഇല്ലേ, കണ്ടില്ലേ, ഇവിടെ പ്ലസും ആണ് ഇവിടെ മൈനസും ആണ്. ഇത് മൊത്തം എന്താണ്, ബീൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ അവിടെ എപ്പോഴും മൈനസ് ആയിരിക്കും, കാരണം ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, മൈനസ് ആണ്. അപ്പോൾ അത് എപ്പോഴും ഇവിടെ എപ്പോഴും മൈനസ് ആയതുകൊണ്ട് ഇവിടെ എപ്പോഴും മൈനസ് ആയിരിക്കും. ഇത് മൊത്തത്തിൽ ഇത് എയും ഇത് പ്ലസ്, ഇത് ബീൻ്റെ സ്ഥാനത്ത്, ഇത് എ, ഇത് മൈനസ്, ഇത് മൊത്തം ബീൻ്റെ സ്ഥാനത്ത്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആക്കി. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2b. ഓക്കെ, ഇതിനെ 2b എഴുതി. ഇനി മൈനസ് 3c, കാരണം അത് ബ്രാക്കറ്റ് ഒഴിവാക്കി, ഇൻറ്റു എ സ്ക്വയർ മൈനസ് 2b. ഓക്കെ, പ്ലസ്, കണ്ടില്ലേ, പ്ലസ് 3c, കാരണം ഇവിടെ ഈ മൈനസും ചേർന്ന് കഴിഞ്ഞാൽ പ്ലസ് ആയി മാറും, പ്ലസ് 3c എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, 2b മൈനസ് 3c ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, നമുക്ക് ഇത് എൻ്റെ സ്ഥാനത്തും ഇത് മൊത്തം ബീൻ്റെ സ്ഥാനത്തുമാണ്. അപ്പോൾ അതിനെന്താക്കി, നമ്മൾ എ പ്ലസ് ബി ആക്കി, എ മൈനസ് ബി ആക്കി. പിന്നെ അതിനെന്തില്ല, വേറെ ഈ ഫാക്ടറൈസേഷന് കഴിയില്ല. പിന്നെ അതിനെന്താക്കി, അതിനെ ഒന്നുകൂടി എന്താക്കിയത്, ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് വിശാലാക്കിയിട്ട് എഴുതി എന്നുള്ളത്. ഓക്കെ അല്ലേ, അപ്പോൾ മനസ്സിലാക്കട്ടോ. ഇനി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 6y മൈനസ് 9. അപ്പോൾ എന്താണ്, അറിയില്ലേ, എക്സ് സ്ക്വയർ, ഈ സ്റ്റെപ്പ് ശ്രദ്ധിക്കുക, എക്സ് സ്ക്വയർ, പിന്നെ അത് മൊത്തം ബീൻ്റെ സ്ഥാനത്താക്കി. ഓക്കെ, അപ്പം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഇവിടെ മൈനസ് കൊടുത്തുട്ടോ, കാരണം എന്തായിരുന്നു, ഇവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കിയപ്പോൾ ഇവിടെ പ്ലസ് ആയിരുന്നു, ഈ മൈനസിനും കുറഞ്ഞ് പ്ലസ് ആകും, അതുകൊണ്ട് ഇവിടെ മൈനസ് കൊടുത്തു. പിന്നെ ഇവിടെ മൈനസ് ഉള്ളത് ഇവിടെ പ്ലസ് ആക്കി. ഓക്കെ അല്ലേ, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഇത് 2ab, ഇത് ബി, കണ്ടില്ലേ, ഇത് എ സ്ക്വയർ ആണ്, ഇത് ബി സ്ക്വയർ ആണ്, ഇത് മൈനസ് 2ab ആണ്. ഓക്കെ അല്ലേ, വൈ സ്ക്വയർ മൈനസ് 2ab ബി സ്ക്വയർ. ഇനി എന്താക്കാം, അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ, എക്സ് സ്ക്വയർ, കാരണം ഇത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത് എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ആണ്. അപ്പോൾ അതിനെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആക്കി, വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ആക്കി, എക്സ് സ്ക്വയർ മൈനസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ആക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സ് പ്ലസ്, അപ്പോൾ ഇനി എന്താക്കുക, അതിനെ സാധാരണ രീതിയിൽ ഇപ്പോൾ എന്താക്കി, ഇതിപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആക്കി. ഇനി അതിനെ സാധാരണ രീതിയിൽ എഴുതാം, എങ്ങനെ, എ പ്ലസ് ബി. അപ്പോൾ അതാണ് എ പ്ലസ് ബി, ഇത് മൊത്തം ബി ആണ്, ഇൻറ്റു എ മൈനസ് ബി എന്നുള്ളത്. അല്ലേ, കാരണം ഇത് എ ആണ്, ഇത് മൈനസ് ആണ്, ഇത് മൊത്തം ബി ആണ്.
ഇനി എന്താക്കുക, അതിനെ ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് എഴുതാം എക്സ് പ്ലസ് വൈ ഉണ്ടല്ലേ, ഇവിടെ വൈ -3 പിന്നെ എക്സ് -y +3, കാരണം ഈ രണ്ട് മൈനസ് കൂടുമ്പോൾ പ്ലസ് ആവും, അപ്പോൾ +3 എന്നാകും. ഓക്കെ അല്ലേ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി അടുത്തത് ഫാക്ടറൈസേഷൻ ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ ട്രൈനോമിയൽ. ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇതുവരെയുള്ളത് ശരിക്കും പഠിച്ചു വരും കേട്ടോ. ഓക്കെ, അവിടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.